പെരുന്നാൾ നമ്മൾ സ്റ്റുഡിയോയിൽ നിൽക്കുക. പെരുന്നാൾ കുപ്പായല്ല എന്ന് നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും അറുങ്ക, എന്തൊക്കെ വർത്തമാനം? വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി. വളരെ സുഖമായിരിക്കുന്നു. നമ്മൾ പെരുന്നാളിൻ്റെ സന്തോഷത്തിലാണ്. ഈ പെരുന്നാൾ എന്ന് പറയുമ്പോൾ എല്ലാവരും പെരുന്നാൾ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് ആദ്യം കുട്ടിക്കാലാണ് ഓർമ്മ വരിക. ചെറുപ്പകാലത്തെ പെരുന്നാളാണ് സത്യത്തിൽ പെരുന്നാൾ. അറുങ്കാനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിക്കാലത്തെ പെരുന്നാൾ എങ്ങനെയായിരുന്നു? പെരുന്നാൾ നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത സന്തോഷം മനസ്സിൽ അലതല്ല എന്നൊക്കെ പറയില്ലേ. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പം 75-80കളാണ്. ഏകദേശം ഒരു 50 വർഷം പിന്നോട്ട് പോകണം. അപ്പോൾ നമ്മളൊക്കെ വീട് എന്ന് പറഞ്ഞാൽ അന്ന് വല്യാപ്പ വല്യമ്മ അതുപോലെ അവർക്ക് 5 മക്കൾ. ഈ 5 മക്കളുടെയും ഭാര്യമാരും അവരുടെ മക്കളും ഞങ്ങളൊക്കെ പേരമക്കൾ, ഈ എത്രയും ആളുകൾ ഒന്നിച്ച് ഒരു വീട്ടിൽ കഴിയുന്ന ഒരു കാലഘട്ടം, വലിയ കുടുംബം. അപ്പോൾ എന്താ പറയുക, നമുക്ക് എല്ലാറ്റിനോടും പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ആഘോഷം പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷമായിരിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ അന്നത്തെ പെരുന്നാളിൻ്റെ ഓർമ്മ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇരുവഴിഞ്ഞിപ്പുഴ. സാഹിത്യത്തിലൊക്കെ അറിയപ്പെട്ട ഒരു പുഴയാണല്ലോ. അപ്പോൾ ഈ പുഴയിൽ എല്ലാവരെയും ഒരേ സമയം അന്നത്തെ പെരുന്നാൾ രാവിലെ കുളിപ്പിക്കാൻ വേണ്ടി ഉപ്പമാരും വലിയ എളാപ്പന്മാരും അതുപോലെ നമ്മളെ മറ്റുള്ളവരെ കൂടി ഒന്നിച്ചൊരു കുളിക്കാൻ പോകുന്നുണ്ട്. ആ ഒരു കുളി അന്ന് എണ്ണൊക്കെ തേച്ചിട്ട് പുതിയ സോപ്പൊക്കെ, അന്നൊക്കെ സോപ്പൊക്കെ നമുക്ക് അപൂർവമാണ്. അപ്പോൾ പുതിയ സോപ്പൊക്കെ ആയിട്ട് ഞങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോയി അവിടെ ഒരു മേയാൻ വിടുക എന്നൊക്കെ പറഞ്ഞ മാതിരി പുഴയിലുള്ള ചാടിക്കുളി, അതാണ് ഒരു ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന അന്നത്തെ ഒരു പെരുന്നാൾ പിന്നെ പ്രഭാതം. അങ്ങനെ ഒരുപാട് കാലമുണ്ട്. എങ്ങനെയായിരുന്നു മുക്താറിൻ്റെ ഒരു ബാല്യകാലത്തെ പെരുന്നാളൊക്കെ എങ്ങനെയാണ് ആ കാലത്ത്? ഇതേപോലെ തന്നെ ബാല്യകാലത്ത് നമുക്ക് കുട്ടികളിൽ നിന്നുള്ള നമ്മളെ ഏറ്റവും വലിയ സന്തോഷം പുതിയ വസ്ത്രം. ഇന്നത്തെ പോലെ നമുക്ക് ഡ്രസ്സ് പെരുന്നാളിന് സാധാ ഒരു പെരുന്നാളിന് എടുത്തു കഴിഞ്ഞാൽ ആ അടുത്ത പെരുന്നാൾ വരെ ആ ഡ്രസ്സാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് എടുക്കാം. അത് നമുക്ക് മറ്റുള്ള സമയങ്ങളിൽ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ആ ഡ്രസ്സ് ഇടാനുള്ള അനുമതി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ ഡ്രസ്സ് എടുക്കുന്നു, നല്ല ഭക്ഷണം, ഇതേപോലെ തന്നെ ഒന്നിച്ച് നമ്മുടെ ബന്ധുക്കളെല്ലാവരും ഒരുമിച്ച് കൂടുന്നു. പെരുന്നാളിൻ്റെ തലേന്ന് രാത്രിയാണ് ശരിക്കും ഇതിൻ്റെ ഒരു ആഹ്ലാദം. ശരിക്കും എന്ന് വെച്ചാൽ പെരുന്നാളിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. നാളെ പെരുന്നാൾ, ചില വർഷങ്ങളിൽ പെരുന്നാൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഉറപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മാസം കണ്ടോ ഇല്ല എന്നുള്ള ആ മാസം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ മാസം പെരുന്നാൾ ഉറപ്പിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ പെരുന്നാളിന് വേണ്ടിയിട്ട് ഒരുക്കും, മൈലാഞ്ചി ഇടല്, അതേപോലെ തന്നെ പുതിയ വസ്ത്രങ്ങൾ. മൈലാഞ്ചി ഇടുമ്പോൾ പറഞ്ഞാൽ എനിക്ക് ഓർമ്മ, മൈലാഞ്ചി നിങ്ങളെ കാലത്തൊക്കെ ഈ അരച്ചിട്ട് ഞാൻ കുട്ടിക്കാലത്ത് എന്താ വെച്ചാൽ സ്ത്രീകൾ കൂടുതലും നമ്മൾ ഈ വളഞ്ഞി എന്ന് പറയുന്നത് ചക്കന്റെ വളഞ്ഞി, അതുകൊണ്ട് ഇങ്ങനെ പൂവിട്ടിട്ട് ചൂടാക്കി പൂവിട്ടിട്ട് ചിത്രം വരച്ചിട്ട് അതിന് മുകളിൽ ഒന്നിച്ച് പിന്നെ മൈലാഞ്ചി ഇടും. എന്നിട്ട് മൈലാഞ്ചി ഉണങ്ങാൻ പിന്നെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിന്റെ കവർ കെട്ടിയിട്ടാണ് കിടന്നുറങ്ങുക. അപ്പൊ അത് ശരിക്കും ഈ പെരുന്നാൾ എന്ന് പറയുമ്പോൾ, കുട്ടിക്കാലത്തെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു മൈലാഞ്ചി മണം ഉള്ള ഒരു പെരുന്നാൾ. മൈലാഞ്ചി മണം ആണ് നമ്മളെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന അതന്നെ ആ ഒരു മണം. അത് പിന്നെ അടുത്തത് നമുക്ക് പിന്നെ നമ്മൾ പള്ളിയിലേക്ക് പോകുന്നു. രാവിലത്തെ കുളി ഒരു രസകരമായ ഒരു സംഭവമാണ്. കാരണം എണ്ണ തേച്ച് പുഴയല്ല, പക്ഷെ നമ്മൾ ഇപ്പോൾ ഈ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് ഇങ്ങനെ വെള്ളം മുക്കി ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് തലയ്ക്ക്. അപ്പോൾ അത് എല്ലാ കുട്ടികളും ഒന്നിച്ചിരുന്നിട്ട് തലയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു കുളി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു രസം. ശരിക്കും പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള. പിന്നെ പെരുന്നാളിന് നമ്മൾ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ കുറേ കടകളുണ്ടാവും. ആ കടകളിൽ നിന്ന് ഓരോ സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നുണ്ടല്ലോ. ഈ തോക്ക്, പിന്നെ ഇങ്ങനെയുള്ള ബലൂണ്, മറ്റേ അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്, അത് വാങ്ങുക. അതൊക്കെ ഒരു പിന്നെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, ഇതൊക്കെയാണ് കുട്ടിക്കാലത്തൊരു പെരുന്നാൾ. പക്ഷെ എൻ്റെ മനസ്സിൽ കുട്ടിക്കാലത്തെ പെരുന്നാൾ എന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഇതിനൊക്കെ അപ്പുറത്തേക്ക് വരുന്നൊരു സംഗതിയുണ്ട്. കുട്ടിക്കാലത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഞാൻ 2 വർഷം ഒരു യത്തീംഖാനയിൽ പഠിച്ചിരുന്നു. അപ്പോൾ യത്തീംഖാനയിലുള്ള ആ സമയത്ത് നോമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നൊരു സംഭവമുണ്ട് പെരുന്നാളിന് വേണ്ടിയിട്ട്. അപ്പോൾ നോമ്പിൻ്റെ അവസാന ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് അടച്ചിട്ട് നമ്മളിപ്പോൾ നോമ്പിന് യത്തീംഖാനയിലേക്കും. അപ്പോൾ ഈ നോമ്പ് കാലം എന്ന് പറയുന്നത് തന്നെ വളരെ പിന്നെ യത്തീംഖാനയുടെ ഒരു സ്വഭാവം അനുസരിച്ച് വളരെ സങ്കടകരമായ. അപ്പോൾ നമ്മൾ പുതിയ വസ്ത്രം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സന്തോഷങ്ങളൊന്നും ഇല്ലാത്തൊരു പെരുന്നാളാണ് ശരിക്കും. അപ്പം അന്ന് പെരുന്നാൾ എന്ന് പറയുന്നത് ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നുണ്ടല്ലോ, ആ ഒരു വരവുണ്ടല്ലോ, അത് തന്നെയാണ് വലിയൊരു പെരുന്നാളായിരുന്നു. വല്ലാത്ത സന്തോഷം. അതെ.
പിന്നെ നമ്മൾ ഇപ്പം നമ്മൾ ഈ കുട്ടിക്കാലത്തെ ഇത് നമ്മൾ എല്ലാവരോടും പെരുന്നാളിനെ കുറിച്ച് ചോദിച്ചാൽ ആദ്യം പറയുന്നത് കുട്ടിക്കാലത്ത് ഇത്രം സന്തോഷം. ശരിക്കും പെരുന്നാൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കാണ്. മനുഷ്യർ മുതിർന്നു കഴിഞ്ഞാൽ നമ്മുടെ പെരുന്നാളിന്റെ സ്വഭാവം മാറി. കാരണം അതെ, നമ്മൾ പിന്നെ മുതിർന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ ആ ഒരു രക്ഷിതാവിന്റെ ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോഴേക്ക് അപ്പൊ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് പെരുന്നാൾ വേണ്ട സൗകര്യം സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക, ഡ്രസ്സ് ഒരുക്കി കൊടുക്കുക, അല്ലെ അങ്ങനെ ആ ഒരു മാറ്റമുണ്ട് ഇല്ലേ? നിങ്ങൾ അതിന് ഈ മുതിർന്ന ശേഷമുള്ള പെരുന്നാളിന് എങ്ങനെ നിങ്ങൾ കാണുന്നത്? അങ്ങനത്തെ ഒരു അനുഭവം സത്യത്തിൽ മുക്താർ പറഞ്ഞ മാതിരി ഈ നമ്മൾ ചെറിയ പ്രായത്തിലുള്ള പെരുന്നാളിനാണ് നമുക്ക് ഓർക്കാൻ കൂടുതൽ ഇഷ്ടം. കാരണം നമ്മൾ ഈ പറഞ്ഞ എല്ലാവിധ നമ്മൾ പൂർണ്ണ സ്വതന്ത്രമാണ്. പക്ഷേ പോലെ പാറി പറക്കുന്ന, ആർക്കും ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും വിലക്കുകളില്ലാതെ ഒരു കൂട്ടമായി ഒന്നിച്ചുള്ള പെരുന്നാളിന് നമ്മളെ മനസ്സിൽ എപ്പോഴും സന്തോഷം. പിന്നെ മുതിർന്ന് വരുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കല്യാണം വരെയുള്ള ഒരു ഘട്ടവും കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു ഘട്ടമാണ് നമ്മൾ ജീവിതം മാറുന്നത്. അപ്പോൾ കല്യാണം വരെ നമ്മൾ പിന്നെ വീടുകളിൽ നിന്ന് ആ ഒരു സ്വാതന്ത്ര്യത്തിൽ വന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉത്തരവാദിത്തങ്ങൾ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് പുതിയ ഡ്രസ്സ് കിട്ടാൻ നേരത്തെ പറഞ്ഞ പോലെ മൈലാഞ്ചി, അപ്പോൾ ഇപ്പോൾ പുതിയ കാലത്ത് അത് ട്യൂബാണെങ്കിലും മൈലാഞ്ചി അതിലുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ എളാപ്പന്മാരൊക്കെ നമുക്ക് തരുന്ന ഈ പെരുന്നാൾ പണം, ചെറിയ പൈസ, ഇതൊക്കെ നമ്മളെ മനസ്സ് നിറക്കുന്നത് പോലെ പിന്നെ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് അത് അനുഭവിപ്പിക്കാനുള്ള ഒരു മത്സരത്തിലാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവർക്ക് എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങണം, അതുപോലെ ഭാര്യക്കും മക്കൾക്ക് ഉമ്മ വാപ്പ ഇങ്ങനെയുള്ള ആ ഒരു ബാധ്യത നമ്മളെ മനസ്സിൽ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മൾ ചെറുപ്പത്തിൽ ആഘോഷിച്ച പെരുന്നാളിന്റെ വേറൊരു നിറം അല്ലെങ്കിൽ വേറൊരു കളറാണ് നമ്മൾ ഇവിടെ അനുഭവിക്കുന്നത് അല്ലെ? എന്താണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അതന്നെയാണ് അതിന്റെ നമ്മള് ഓരോ പെരുന്നാളാവുമ്പോഴും നമ്മളെ മനസ്സിൽ കുട്ടികളെ അവരുടെ സന്തോഷം, അവർക്ക് വേണ്ടിയിട്ട് വസ്ത്രം എടുത്ത് കൊടുക്കുന്നു, അവർക്ക് പെരുന്നാള് പിന്നെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എനിക്കൊരു ആ സമയത്തുള്ള ഒരു ഓർമ്മ ഏറ്റവും എൻ്റെ മനസ്സിലുള്ള, ഞാൻ കുറച്ചു കാലം ഈ കോഴിക്കോട് പാളയം മൊയ്തീൻ പള്ളിയിൽ അവിടുത്തെ പള്ളിയിൽ ജോലി ചെയ്യുന്നു. ആ ബുക്ക് സ്റ്റാളില്, അതെ ബുക്ക് സ്റ്റാളിൽ ജോലി, അവിടെ ബാങ്ക് കൊടുക്കുക, ഇങ്ങനെ അങ്ങനെ ചെയ്തു. അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുകയാണ് ഞാൻ കുറെ കാലമായി കോഴിക്കോടാണ്. ഇനി നാട്ടിൽ താമസിക്കാൻ വിചാരിച്ചിട്ട് ജോലി ഒഴിവാക്കി നാട്ടിലേക്ക് പോയി. ആ നാട്ടിലേക്ക് പോയ സമയം എനിക്ക് വിചാരിച്ച പോലെ ജോലിയും മറ്റു കാര്യങ്ങളും ശരിയായില്ല. അപ്പൊ ഞാന് പിന്നെ നോമ്പായ സമയത്ത് കയ്യിൽ പൈസ ഇല്ല. പെരുന്നാൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാനും പിന്നെ ഏകദേശം പ്രായം അത് പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുള്ള സമയമാണ്. ഒരു 25 വയസ്സിന് ആ ഒരു പ്രായത്തിലാണ്, 24-25 വയസ്സായിരിക്കും. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം എന്നല്ല. കാരണം ഇപ്പൊ നോമ്പിന് പിന്നെ വീട്ടിലെ ചെലവുകൾ, അതേപോലെ തന്നെ പെരുന്നാള് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മുന്നിടിക്കുക. എന്ത് ചെയ്യണം എന്നറിയാതെ ജോലിയില്ല, പൈസ സാമ്പത്തികമായി ഭയങ്കര പ്രയാസത്തിലുള്ള ഘട്ടം. അപ്പോൾ ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യണം എന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഞാനും അഫ്സൽ മിക്താദും കൂടിയിട്ട് ആനമയിലൊട്ടകം എന്ന ഒരു കാർട്ടൂൺ പുസ്തകം. അപ്പോൾ അത് അന്ന് പിന്നെ കോട്ടക്കര സമ്മേളനത്തിൽ വെച്ചിട്ട് അത് വിറ്റതാണ്. അപ്പോൾ അതിന്റെ കുറച്ച് കോപ്പികൾ ബാക്കിയുണ്ടായിരുന്നു, ബാക്കിയുള്ളത്. അപ്പോൾ അത് ഞാൻ എൻ്റെ പിന്നെ കട്ടിലിന്റെ താഴെ വെച്ചിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ഇങ്ങനെ നിലത്ത് കിടക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അതെടുത്തിട്ട് അത് കൊണ്ടുപോയി. അത് ഞാനും എൻ്റെ അനിയനും കൂടിയിട്ട് പിന്നെ കാളികാവ്, വണ്ടൂര്, നിലമ്പൂര്, മഞ്ചേരി ഒക്കെ നടന്നിട്ട് ഇത് വിറ്റു. ഒന്നിന് 10 രൂപയാണെന്ന്. അപ്പൊ ഒരു ദിവസം ഒരു 100 കോപ്പി ആയിട്ട് പോയിട്ട് 100 കോപ്പി അങ്ങനെ വിറ്റ്, അങ്ങനെ ആ പൈസ കൊണ്ട് ആണ് ഞാൻ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങി പെരുന്നാള് ആഘോഷിച്ചു. അപ്പൊ അതിപ്പോഴും എന്റെ മനസ്സിൽ ഭയങ്കര ഇതാണ്. കാരണം എന്താ വെച്ചാൽ അത് ഏറ്റവും എന്താ സന്തോഷം തോന്നിയ ഒരു പെരുന്നാളാണ്. കാരണം എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഇത് അതേപോലെ നിങ്ങൾക്ക് മനസ്സിൽ തട്ടി അല്ലെങ്കിൽ അങ്ങനെ ഹൃദ്യമായ ഓർത്തെടുക്കാവുന്ന എന്തെങ്കിലും അനുഭവം? ഓർത്തെടുക്കാൻ എനിക്ക് നാട്ടിൽ നമ്മൾക്ക് കഷ്ടപ്പാടും പ്രയാസങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. കാരണം പിന്നെ വീട്ടിൽ ആ സാമ്പത്തിക അവസ്ഥയിലുള്ള ഒരു പെരുന്നാളുകളെ നമുക്കുള്ളൂ. പക്ഷെ ഇതൊക്കെ ഒന്നിക്കുമ്പോഴുള്ള ഒരു സന്തോഷമാണ്. പക്ഷെ പിൽക്കാലത്ത് ഞാൻ ഗൾഫിൽ പോയിരുന്നു. പിന്നെ ഏകദേശം 15 വർഷത്തോളം UAE ഉണ്ടായിരുന്നു, ഷാർജയിൽ. അതിനു മുമ്പ് ഒരു 1.5 വർഷത്തോളം സൗദി അറേബ്യയിലെ ദമാമിനടുത്ത് അല്ലസയിൽ ഉണ്ടായിരുന്നു. അവിടുത്തെ പെരുന്നാൾ ശരിക്ക് ഞാൻ കരഞ്ഞ പെരുന്നാളാണ്. കാരണം ഒന്ന്, ഗൾഫ് ജീവിതം ഇത്ര തന്നെ പത്രാസും പകിട്ടും ഒക്കെ നമ്മൾ മനസ്സിൽ കാണുന്നുണ്ടെങ്കിലും അതിന് വേറൊരു മുഖമാണ്. നമ്മൾ ഗൾഫ് അനുഭവിച്ചത് നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും, ഗൾഫുകാർക്ക് അത് അറിയാൻ പറ്റും.
അപ്പോൾ അവിടെ എത്തിയപ്പോൾ ആദ്യ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര സങ്കടമായി. കാരണം നാട്ടിൽ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴുള്ള സന്തോഷം, വീട്ടുകാർ, അയൽവാസികൾ, കുടുംബക്കാരൊക്കെ വരുന്ന സന്തോഷം, ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞ മാതിരി പുതിയ ഡ്രസ്സുകൾ, വസ്ത്രങ്ങളൊക്കെ എടുക്കുന്ന സന്തോഷം, ഏതുവരെ നമ്മൾ അന്ന് പിന്നെ തലേ ദിവസം പെരുന്നാൾ രാവിലെ നമ്മൾ വീട്ടിൽ പ്രത്യേക എല്ലാ വീട്ടിലും നമ്മൾ കൂടുതൽ മാംസം വാങ്ങുമല്ലോ, ഇറച്ചി, കോഴി ഇറച്ചി ആയാലും മറ്റേ പോത്തിറച്ചിയായാലൊക്കെ. അപ്പൊ അത് വാങ്ങാൻ പോകുമ്പോഴുള്ള ക്യൂ, ആ തിരക്ക്, ഇതൊക്കെ മനസ്സിലേക്ക് വരികയാണ്. അപ്പം പിന്നെ പഠിച്ചോനെ പെരുന്നാള് എൻ്റെ അന്ന് എനിക്ക് 2 മക്കളുണ്ട്. പിന്നെ അപ്പൊ അവരെ മനസ്സിൽ വന്നിട്ട് എങ്ങനെ എന്താ പറയാ, പെരുന്നാൾ തലേന്ന് നമുക്ക് ഉറക്കം വരുന്നില്ല, നമ്മൾ കണ്ണീര് വരികയാണ്. എന്നിട്ട് റൂമിൽ പിന്നെ എല്ലാവരും തമാശ പറയുന്നുണ്ട്, നാട്ടിൽ വിളിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കെന്തോ വല്ലാത്ത സങ്കടം. അങ്ങനെ ഞാൻ ബാത്റൂമിൽ പോയിട്ട് കരയാണ്. കാരണം ഇന്ന് പെരുന്നാളിൽ ഞാൻ എൻ്റെ നാടായ കക്കാടിലായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു എന്ന് അറിയാതെ മനസ്സിലേക്ക് തികട്ടി വന്നിട്ട് കരഞ്ഞു. അപ്പോൾ അത് പിന്നെ അന്നൊക്കെ അപ്പം വിളിക്കാവുന്ന മൊബൈൽ സംവിധാനങ്ങളില്ല. പിന്നെ നമ്മൾ മുൻകൂട്ടി പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ച്, അടുത്ത വീട്ടിൽ, അത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പുതിയടുത്ത് സെയ്ദ് അലി സാഹിബ്, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടാണ് നമ്മൾ ഫോൺ കിട്ടുക. അപ്പോൾ അത് പറഞ്ഞിട്ട് പിറ്റേന്ന് വൈഫിനോട് വരാൻ പറയും. അങ്ങനെ ഉള്ളൊരു പെരുന്നാളിൻ്റെ ഒരു വേദന എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ പിൽക്കാലത്ത് ഗൾഫ് നിർത്തി നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം, അത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് കുടുംബത്തെ കാണാനും അത് ഒന്നിച്ച് കഴിയാനുള്ള ഒരു സന്തോഷം, അതാണ് പെരുന്നാൾ. നിങ്ങളും ഒരുപാട് ഗൾഫ് 2 വർഷം ഗൾഫില് റിയാദില്. അത് എനിക്ക് ഫസ്റ്റത്തെ നോമ്പ് പറയുന്നത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. കാരണം ഞാൻ ഈ റമദാനിലാണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത്, റമദാൻ 10-ന്. അപ്പോൾ അതൊരു സൗദി സ്കൂളിലാണ് ഫസ്റ്റ് ഞാൻ റമദാൻ 10-നാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോൾ അവിടെ പിന്നെ നോമ്പ് കാലത്താണല്ലോ ഞാൻ ചെല്ലുന്നത് ഒരു സ്കൂളിലേക്കാണ്, ഒരു സൗദി സ്കൂളിലേക്കാണ്. അപ്പോൾ അവിടെ ഞാൻ ആർട്ടിസ്റ്റായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ആർട്ടിസ്റ്റിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം ഞാൻ ഒരു സ്കൂളിൽ അധ്യാപകനായിട്ടല്ല, ഒരു ആർട്ടിസ്റ്റായിട്ട്. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അല്ല, കുട്ടികളെ പഠിപ്പിക്കല്ല. ഞാൻ അവിടെ വെച്ചാൽ അവിടെ പഠനാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാം, ചുമരുമ്മല്, ക്ലാസ് റൂമിനകത്ത്, മതിലൊക്കെ ചിത്രം വരയ്ക്കാന്നുള്ള അതിൻ്റെ ജോലി. പക്ഷെ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് എൻ്റെ അറബി അവിടെ അല്ല. അതിൽ പിന്നെ സ്കൂളിലേക്ക് അധ്യാപകരെ പിന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഈജിപ്തിൽ പോയതാണ്. കൂടുതലും മിസ്രികളാണ് അധ്യാപകരായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് ചില മുദീറുകളാണ്. അപ്പോൾ ഇവർ ഈ സ്കൂള് തുറക്കുന്നതിന് മുമ്പ് സ്കൂളിൽ കുറേ പണികളുണ്ട്. അവിടെ പെയിൻ്റ് അടിക്കുക, പിന്നെ ടൈൽസിൻ്റെ വർക്ക്, പിന്നെ ഈ പഠനാവശ്യത്തിനുള്ള വേണ്ട സൗകര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ ചെന്ന് 2 ദിവസം ഞങ്ങൾക്ക് പണിയൊന്നുമില്ലായിരുന്നു. 2 ദിവസം ഞങ്ങൾക്ക് ഈ റൂമിൽ കിടന്നിറങ്ങി. 3-ാമത്തെ ദിവസം രാവിലെ തുടങ്ങിയ പണി. രാവിലെ തന്നെ പോയിട്ട് ഒരു സ്കൂളിൽ നിന്ന് ആ സ്കൂളിലുള്ള ഈ പിന്നെ മേശയും കസേരയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒരു വണ്ടി കയറ്റിയിട്ട് വേറെ സ്കൂളിൽ കൊണ്ട് ഇറക്കുക. ഇതൊക്കെയാണ് നമ്മളെ പണി. പിന്നെ പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, വലിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്നുണ്ട്. ആ സ്വിമ്മിംഗ് പൂളിന് കുഴിയെടുക്കുക. കുഴിയെടുത്തിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ ഒരു ഫൈബറിന്റെ ഒരു ഇത് ഫില്ല് ചെയ്യുക. അത് കൊടുന്ന് വെച്ചിട്ട് അതിന്റെ ചുറ്റുഭാഗം മണ്ണ് കൊടുത്തിട്ട് നിറക്കണം. ഒക്കെ ഞങ്ങളാണ് അറബാനയിൽ ഉന്തി കൊണ്ടുവന്നിട്ട് അത് നിറക്കുക. ഇങ്ങനെ വെച്ചാൽ നോമ്പ് പറയണത് ശരിക്കും അന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ജോലിഭാരമാണ്. സത്യത്തിൽ ഞങ്ങൾ ആ നോമ്പിന് പോയി ഫസ്റ്റ് ദിവസം പോയിട്ട് ഈ ജോലി ചെയ്ത് രാവിലെ 8 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം 4 മണി വരെ ഇങ്ങനത്തെ പണിയാണ്. ഭയങ്കര കായികാധ്വാനമുള്ള പണിയാണ്. ഇത് വൈകുന്നേരം ആയപ്പോഴേക്ക് ഞങ്ങളാകെ തളർന്നുപോയി. ഞങ്ങളൊരു പള്ളീൻ്റെ മുന്നിൽ കൊടുന്ന് നിർത്തി. ഞങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങിയിട്ട് മുന്നിൽ ഈ പിന്നെ തണുത്ത വെള്ളം കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് എല്ലാവരും മുഖം കഴുകാണ്. മുഖം കഴുകാന്ന് പറഞ്ഞാൽ ആശ്വാസം. എല്ലാവരും മുഖം കഴുകാന്ന് പറഞ്ഞാൽ വെള്ളം കൂടുതൽ എടുത്തിട്ടാണ് മുഖം കഴിക്കുന്നത്. എന്നുവെച്ചാല് നമ്മൾ ശരിക്ക് ഈ നമ്മൾ പറയുമല്ലോ ഈ ചീനച്ചട്ടി ചൂടുള്ള ചട്ടിയിലേക്ക് വെള്ളം ഒഴിക്കാന്ന് പറയാം. അതേപോലെ വെള്ളം ഇങ്ങനെ ഇറങ്ങി പോണത് ഇങ്ങനെ അറിയുന്ന ചില അന്ന് ആ നോമ്പ് ഞങ്ങൾ ആരും നോമ്പ് എടുത്തിട്ടില്ല. കാരണം അത്രയും ജോലി പറയും. കാരണം ഞങ്ങൾക്ക് അത്താഴത്തിനുള്ള ഭക്ഷണം ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ തോന്നും. ഭയങ്കര ജോലി പറയുന്നു. എന്ന് വെച്ചാൽ തളർന്നുപോയി, എല്ലാവരും തളർന്നുപോയി. പക്ഷെ അങ്ങനെ പെരുന്നാൾ ആയി. അപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസം രാത്രി ഞങ്ങൾ എന്ത് ചെയ്യണം, ബത്തയിൽ പോയിട്ട് നമ്മൾ സാധനങ്ങൾ പെരുന്നാളിന് വേണ്ടി സാധനം വാങ്ങണം. മലയാളികൾ ഞങ്ങൾ കൂടുതൽ 5 മലയാളി ആൾക്കാരാണ് പുതിയതായിട്ട് വന്നത്. ഈ 5 ആളുകൾക്കും ഇങ്ങനെയുള്ള ജോലികളായിരുന്നു. അതെന്ന് പറഞ്ഞാൽ രാവിലെ പിന്നെ 8 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം 4 മണി വരെ. അത് കഴിഞ്ഞ് പിന്നെ ഇഷ കഴിഞ്ഞ ഉടനെ ഇവർ വണ്ടിയിട്ട് വരും. ഒരു പുലർച്ചെ വരെ വീണ്ടും പണി ഉണ്ടാവും. അപ്പോൾ ഇവർ ഓവർ ടൈം എന്നുകൊണ്ടാണ് പണി എടുപ്പിക്കുന്നത്. അപ്പോൾ ഭയങ്കരമായ അധ്വാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നോമ്പ് കൃത്യമായിട്ട് എടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, ആർക്കും കഴിഞ്ഞില്ല. പക്ഷെ ഈ
അവസാന ദിവസം ഞങ്ങൾ പെരുന്നാളിൻ്റെ തലേന്ന് രാത്രി പണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബത്തേരി പോണത്. ബത്തേരി പോകുമ്പോൾ പിന്നെ ഈ രാത്രി 2 മണി 3 മണി സമയത്താണ് ഞങ്ങൾ പോകുന്നത്. അവിടെ പോയി ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഏകദേശം സുബൈ ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. ഒരു 3 മണി 4 മണി സമയത്ത് പുലർച്ചെ സമയമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളെ കാത്തിട്ട് അവിടെ ഒരു പിന്നെ സ്കൂളിലെ ഒരു പ്രധാന അധ്യാപകൻ കാത്തിക്കുന്നുണ്ട്. ഞങ്ങളെ കാത്തിക്കുന്നതെന്ന് വെച്ചാൽ ഈ അന്ന് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ആളുകൾക്ക് വേണ്ടി ഈ ഹദിയ എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം ഞങ്ങൾ തയ്യാറാക്കി വെച്ചിരുന്നു. ഒരു പാക്കേജ് വെച്ചിരുന്നു സ്കൂളിൻ്റെ ഭാഗം. അതിൽ സ്കൂളിൻ്റെ പരസ്യമാണുള്ളത്. കുറച്ച് മിഠായും സാധനങ്ങളുണ്ട്. ആ പരസ്യം അതിൻ്റെ പരസ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് കാത്തിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ ഈ സാധനം വിതരണം ചെയ്യേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കാണ് ഈദ്ഗാഹിന്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങളോട് പറഞ്ഞു വരുന്നുണ്ട്, ഞങ്ങളോട് എല്ലാവരോടും കാറ് കയറാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കുളിച്ചിട്ടില്ല, പണി കഴിഞ്ഞ് വന്നിട്ട് കുളിച്ചിട്ടില്ല, ഡ്രസ്സ് മാറ്റിയിട്ടില്ല. ഞങ്ങൾ ആ പിന്നെ ഡ്രസ്സ് തന്നെ ഉള്ളത്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ആമിലുകൾക്ക് പെരുന്നാൾ നിർബന്ധമല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വണ്ടി കയറ്റി. അങ്ങനെ ഞങ്ങളെ ഓരോ പള്ളിയുടെ മുന്നിലും കൊണ്ടുപോയി ഇറക്കി. ഓരോ ഈദ്ഗാഹിലും ഒരു 3-4 ആൾക്കാരെ കൊണ്ടുപോയി ഇറക്കി. സാധനം തന്നെ കുറച്ച് ഇതുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് പിന്നെ ഈ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ എടുക്കുന്ന ഒരു പച്ച ഒരു ഇതുണ്ടല്ലോ, ഒരു ഫ്ലൂറസെന്റ് കളറുള്ള ഇത്, ആ സ്കൂളിന്റെ പേരൊക്കെ ഉള്ള ഒരു ഫ്ലൂറസെന്റ് ഒരു പിന്നെ അതന്നെ അതിട്ടിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ പിന്നെ അവിടെ സുബൈ കഴിഞ്ഞ ഉടനെ പെരുന്നാൾ നിസ്കാരമാണല്ലോ. ഞങ്ങൾ സുബൈക്ക് നേരിട്ട് ഞങ്ങൾ പള്ളിയിൽ സുബൈ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ സുബൈ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇല്ല, കുളിച്ചിട്ടില്ല, ഡ്രസ്സ് മാറ്റിയിട്ടില്ല, ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾ പെരുന്നാൾ നിസ്കരിക്കുമ്പോൾ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരികയാണ്. കാരണം നമ്മൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ നാട്ടിലെ പെരുന്നാൾ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് പെരുന്നാൾ കഴിഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോയിട്ട് പിന്നെ വീട്ടിലേക്ക് ഫോൺ വിളിക്കുമല്ലോ. വീട്ടിൽ ഫോൺ വിളിക്കുമ്പോൾ വൈഫ് ചോദിക്കണം നിങ്ങൾ പിന്നെ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു, ഏത് ഡ്രസ്സാണ് ഇട്ടത്. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് പെരുന്നാൾക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സൊക്കെ പൊതിഞ്ഞ് ഇസ്തിരി ഇട്ടിട്ട് മടക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അത് ഞങ്ങൾ നിസ്കാരം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഡ്രസ്സ് ഇട്ടിട്ട് പള്ളിയിൽ പോകാന്നൊക്കെ ഉള്ളൊരു അതുണ്ട്. പക്ഷേ പിന്നീട് ഭാര്യ വിളിച്ചിട്ട് നമ്മോട് ചോദിക്കുമ്പോൾ ഭാര്യനോട് അത് പറയണില്ല. കാരണം ആ പെരുന്നാൾ ഉഷാറായി എന്നാണ് പറയുന്നത്. പക്ഷെ ആ ഒരു പെരുന്നാൾ എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു പെരുന്നാളാണ്, വല്ലാത്തൊരു പെരുന്നാളായിരുന്നു. അതായത് ചില ഈ പിന്നെ ഗൾഫ് എനിക്ക് തോന്നുന്നു പ്രവാസികളുടെ ഈ അനുഭവങ്ങൾ ഇങ്ങനെ പ്രവാസികളുടെ നോമ്പും പെരുന്നാളൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും ഏറെക്കുറെ എല്ലാവരും. നിങ്ങളത്ര തീവ്രതയില്ല. നിങ്ങള് പെരുന്നാളിന് വേണ്ടിയുള്ള ഒരു കുളി പോലും നേരെ തലേന്നും പെരുന്നാൾ രാവിലെ അധ്വാനിച്ച് പിന്നെ നേരെ അങ്ങോട്ട് പോകും. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം റൂമിൽ വേറെ എല്ലാ സൗകര്യങ്ങളും കൂട്ടുകാരൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമുക്ക് നാട്ടിലായിരുന്നെങ്കിൽ പെരുന്നാളിൽ 2 മക്കൾ ഹനയും ഹിബയും മൂത്ത 2 കുട്ടികൾ 1-2 ആളുകൾ അവരുമായിട്ടുള്ള നാട്ടിലെ പെരുന്നാൾ മനസ്സിലാക്കിയാണ് ഞാൻ കരുതുന്നത്. അപ്പം ഇതും ഞാൻ ഗൾഫിലുള്ള സമയത്ത് എനിക്ക് 2 കുട്ടികളുള്ളത്, വലിയ മോളും മോനും. അപ്പം നമ്മൾ പെരുന്നാളിന് വേണ്ടിയിട്ട് വീട്ടിൽ ഡ്രസ്സ് എടുക്കാനും മറ്റു സംവിധാനമൊക്കെ ചെയ്ത് അവർ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു പകുതി മുക്കാലും പ്രവാസികളുടെ അവസ്ഥ അവിടെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും വല്ലാതെ കഷ്ടപ്പെടുന്ന എന്ത് സുഖസൗകര്യം ഉണ്ടെങ്കിലും അവര് ഈ നാട്ടിൽ ഇത് മൊത്തം അവർക്ക് നഷ്ടപ്പെടാണല്ലോ. അവർക്ക് മാത്രമല്ല ഇപ്പൊ അവിടെ ഉള്ള ഒരു പ്രവാസിയുടെ അയാൾക്ക് ഇവരൊക്കെ ഇത്ര അയാളെ ഭാര്യ, അയാളെ മാതാപിതാക്കൾ, അയാളെ മക്കളൊക്കെ നഷ്ടപ്പെടുന്നത് പോലെ ഇവിടെയും ഇവർക്ക് അയാൾ നഷ്ടപ്പെടാത്ത നികത്താനാവാത്ത പെരുന്നാള് ഈ ആഘോഷം എന്നൊക്കെ പറയുന്നത് എല്ലാവരും ഒരുമിച്ച് കൂടുക, ഒന്നിച്ചിരിക്കുക, ഒന്നിച്ച് സംസാരിക്കുക അല്ലെ, ആ ഒരു സംസാരം, ആ ഇരുത്തം, ഒന്നിച്ചുള്ള ഭക്ഷണം കഴിക്കുക, ഒന്നിച്ചുള്ള യാത്ര, ഇതൊക്കെയാണ് ശരിക്കും ആഘോഷം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അല്ലേ? അതിലിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധം, ഇപ്പോൾ ഈ പ്രയാസങ്ങൾ, അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടുത്തെ ആളുകളുടെ ഒരു പെരുന്നാൾ അല്ലേ, നമ്മളിപ്പോൾ ഈ പെരുന്നാളിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ പെരുന്നാൾ ആഘോഷത്തിന്റെ സന്തോഷങ്ങളും നമ്മുടെ സങ്കടവും ഇതിനേക്കാൾ ഗുരുതരം ഭീകരമായ വളരെ അല്ലേ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു ഗസയില് പലസ്തീനൊക്കെയുള്ള പെരുന്നാൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്തത്ര വേദനയാണ്. അതേപോലെ തന്നെ ഇപ്പം പശ്ചിമേഷ്യയിൽ സംജാതമായ ഇപ്പം നമ്മളൊക്കെ മക്കളും പിന്നെ കുടുംബക്കാരും അയൽവാസികളും നാട്ടുകാരൊക്കെ അവിടെ ഉണ്ടല്ലോ. അവരൊക്കെ ഈ ഒരു മിസൈലും പിന്നെ ഡ്രോണൊക്കെ വരുന്നൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ അവരുള്ളത്. ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇറാനിലുള്ള ആളുകളായാലും ഇപ്പോൾ ഇറാന് ചുറ്റുഭാഗത്തുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങനെ ഒരു ഭീതിയിൽ നിലനിൽക്കുന്ന ഒരു ഈ യുദ്ധം എന്ന് അവസാനിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പര്യവസാനം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അതെ, അതിന്റെ കെടുതികൾ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്കൊക്കെ ഇപ്പൊ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടാനില്ല, എങ്ങനെ വല്ലാത്തൊരു
ഭയാനകമായ അവസ്ഥയിലൂടെ അതെ, ആണ് ഈ പോകുന്നത്. യുദ്ധത്തിന്റെ തീർച്ചയായിട്ടും. യാതൊരു നിലക്കും ഭാഗമാവാത്ത നമ്മൾ പോലും ഇങ്ങനെയൊക്കെ ഈ ദുരിതത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെയുള്ള മനുഷ്യരുടെ ജീവിതം എന്തായിരിക്കും അത് എന്നുള്ളത്. നമുക്ക് അപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു പിന്നെ അവരോട് ഉള്ള ഒരു ഐക്യദാർഢ്യം എന്നുള്ളതൊക്കെ ഈ തീർച്ചയായിട്ടും പെരുന്നാളിനെ നമ്മൾ ഉൾക്കൊള്ളണം എന്ന് കൂടി നമുക്ക് പറഞ്ഞിട്ട് പറയാം. നമുക്ക് ഇത് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും. അത് നമ്മൾ ഇങ്ങനൊക്കെ എല്ലാവിധ ചുറ്റുപാടുകളും സന്തോഷങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കുമ്പോഴും നമ്മുടെ ചുറ്റുപാടും തൊട്ടടുത്ത് തന്നെയുള്ള പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെ ഭീതിയിലുണ്ട്. അവർക്കൊക്കെ ഒരു സമാധാനത്തിൻ്റെ, ശാന്തിയുടെ ഒരു പുലരിയും പ്രഭാതവും വരും നാളുകളിലും പെരുന്നാൾ ഈ ദിനത്തിലുമൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് മനമുരുകി കരളുരുകി പ്രാർത്ഥിക്കാന്നുള്ള അങ്ങേയറ്റത്തെ പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്തുണ്ടാകണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ശ്രോതാക്കളോട്. അപ്പോൾ നമ്മൾ നമ്മൾ ഈ എഴുത്ത് അതേപോലെ തന്നെ ഈ മാധ്യമപ്രവർത്തന മേഖലയുള്ളത് കൊണ്ട് തന്നെ ഈ പെരുന്നാൾ എന്ന് പറയുന്നത് പെരുന്നാളിൻ്റെ അനുഭവങ്ങളിൽ നമുക്ക് മറക്കാനാവാത്ത ഒരു കാര്യമാണ് നമ്മൾ എഴുത്തുമായി ബന്ധപ്പെട്ട പെരുന്നാൾ. കാരണം വെച്ചാൽ ഈ നിങ്ങൾ പത്രത്തിൽ വർക്ക് ചെയ്ത ആളാണ്, പുടവ ചെയ്ത ആളാണ്, ഇപ്പോഴും ഈ ഇത്തരം മേഖലയിൽ നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഈ എഴുത്തുമായി ബന്ധപ്പെടുത്തിയിട്ട് പെരുന്നാളിനെ എങ്ങനെയാണ് ഓർത്തെടുക്കാൻ? പെരുന്നാളിൻ്റെ എഴുത്തോർമ്മകൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷേ എന്നാൽ പറയേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് 91, 92 കാലഘട്ടത്തിൽ ഞാൻ ഷബാബിൻ്റെ സബ് എഡിറ്ററായിരിക്കുന്ന സമയത്ത് ഷബാബിലൊരു ലേഖനം എഴുതിയിരുന്നു. അപ്പോൾ അത് ഒരു ആനുകാലിക വിഷയത്തിലായിരുന്നു. അപ്പോൾ ആ ലേഖനം അന്ന് പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് സാഹിബ് ചന്ദ്രയുടെ ചീഫ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ലേഖനം വായിച്ചിട്ട് മങ്കട സാർ എന്നെ വിളിച്ചു, ഒന്ന് കാണാൻ താല്പര്യം പറഞ്ഞു. അങ്ങനെ ഞാൻ ചന്ദ്രയിൽ പോയി. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആ ലേഖനം മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിനോട് പറഞ്ഞു, ഇങ്ങനെ നമുക്ക് കുറേ മത ടച്ചുള്ള പ്രത്യേകിച്ച് നോമ്പ് പെരുന്നാളൊക്കെ ബന്ധപ്പെട്ട ലേഖനങ്ങൾ നിങ്ങൾ തയ്യാറാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മളെ കഴിവിൻ്റെ പരമാവധി ചെയ്യാം. അങ്ങനെ ആ സമയത്ത് ചന്ദ്രിക പത്രത്തിലും വാരാന്ത്യത്തിലും പെരുന്നാൾ ഓർമ്മകളും പെരുന്നാൾ അനുഭവങ്ങളും വെച്ചുള്ള കുറച്ച് ഫീച്ചറുകൾ ചെയ്യാൻ അദ്ദേഹം അവസരം തന്നിരുന്നു. അപ്പോൾ അത് ഞാൻ എഴുതുകയും ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ഓരോ കാലത്ത് നിങ്ങൾ പറഞ്ഞ മാതിരി ഓരോ പ്രസിദ്ധീകരണത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് ഇത്തരം കാര്യങ്ങൾ എഴുതാൻ നമുക്ക് വലിയ താല്പര്യം. കാരണം പിന്നീട് പ്രവാസ ലോകത്തേക്ക് പോയപ്പം പ്രവാസികളുടെ പെരുന്നാൾ ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ മരുഭൂമിയിലെ കയ്പുമരങ്ങളിൽ ആ അധ്യായമുണ്ട്. അപ്പോൾ നമ്മൾ അനുഭവിച്ച പ്രവാസി വേദനകൾ ഉൾപ്പെട്ട ഓർമ്മകൾ എന്നുള്ള നിലക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളീ പറഞ്ഞ നിങ്ങളുടെ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും പുസ്തകത്തിൽ ഇത് വന്ന് കാണല്ലോ അല്ലേ? നിങ്ങൾ ഈ പെരുന്നാൾ കൂടുതലും ഞാൻ എൻ്റെ അനുഭവങ്ങൾ തന്നെ പല ഘട്ടങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഗൾഫിലെ അനുഭവം, അതേപോലെ തന്നെ നമ്മുടെ കുട്ടിക്കാലത്തെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ വിശപ്പാണ് സത്യം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇത് നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ട് സമാനമായ ബുക്ക് കഫേ പ്രസിദ്ധീകരിച്ച വിശപ്പാണ് സത്യം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ചന്ദ്രികയിലും പുടവയിലൊക്കെ ഈ പെരുന്നാളുമായി ബന്ധപ്പെടുത്തിയിട്ട് പല ആളുകളുടെ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ സമയം. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇതൊക്കെ സംസാരിക്കുമ്പോഴും പലർക്കും സമാനമായ അനുഭവങ്ങൾ കൂടുതലുണ്ടാവും. ഇപ്പോൾ കുട്ടിക്കാലത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും സമാനമായ അനുഭവങ്ങൾ അത് പങ്കുവെക്കാണ്ടാവുക. കാരണം കുട്ടിക്കാലത്തൊരു ആഹ്ലാദം എന്ന് പറയുന്നത് അത് കുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് എല്ലാവരും കുട്ടികളാണ്. പക്ഷേ ഈ മുതിർന്നതോട് കൂടിയിട്ട് എല്ലാവരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമായി മാറുന്നുണ്ട്. പെരുന്നാൾ അനുഭവങ്ങൾ കുട്ടിക്കാലത്തുനിന്ന് അത് നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിനനുസരിച്ച് പിന്നെ ഓരോ പെരുന്നാളും ഓരോ അനുഭവങ്ങളാണ്. ഓരോ പെരുന്നാളും ഓരോ അനുഭവമാണ്. അപ്പോൾ ഈ ഒരു പെരുന്നാൾ കഴിഞ്ഞ് അടുത്ത പെരുന്നാളാകുമ്പോഴേക്ക് നമ്മുടെ സാഹചര്യം മാറും, കുടുംബ സാഹചര്യം മാറും, നമ്മുടെ സാമ്പത്തിക അവസ്ഥകൾ മാറും, നമ്മുടെ എല്ലാ നിലക്കുള്ള ഇതിനനുസരിച്ച് ഇപ്പോൾ ഓരോ നാട്ടിലും ഓരോ പെരുന്നാൾ എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോ പെരുന്നാളാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു പെരുന്നാൾ അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ നമ്മുടെ എഴുത്തുകൾ എന്നുവെച്ചാൽ പല ആളുകളുടെയും അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അതാണ് ആ നിലക്ക് ഈ എഴുത്ത് മേഖലയിൽ നമുക്ക് ആ ആഘോഷവും അതിൻ്റെ പൊലിമയും അതിൻ്റെ നിറവുമൊക്കെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നമ്മളെ തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്കും ഉള്ള അനുഭവം. വേറെ പ്രത്യേകിച്ച് നമുക്ക് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. അതെല്ലാവരും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഇതൊക്കെ ആഘോഷിക്കുമ്പോഴും നമ്മൾ ഈ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോഴും ഇവരെ കൂടി ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. എല്ലാവർക്കും ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ നേരുന്നു. അതെ, ഇങ്ങനെ നമ്മുടെ മുക്താർ ഉദരമ്പൂലുമായി സംസാരിക്കാൻ കഴിഞ്ഞതിലും നിങ്ങളുമായി ഈ ഒരു ഇത്തരം ഞങ്ങളുടെ ചെറുപ്പകാലത്തെയും ഒക്കെയുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. ഓരോ പെരുന്നാളും ഓരോരുത്തർക്കും ഓരോ മനുഷ്യനും ഇപ്പോൾ സാധാരണ നമ്മുടെ സയ്യിറ തങ്ങളെ പുസ്തകത്തിൽ പറഞ്ഞ മാതിരി ഓരോ വ്യക്തിയും ഓരോ രാജ്യമാണ്. അപ്പോൾ
ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന ഒരുപാട് നല്ല ഓർമ്മകൾ പെരുന്നാളുമായി ബന്ധപ്പെട്ടുണ്ടാവും. ഇതുപോലെയുള്ള നേരത്തെ മുക്താർ സൂചിപ്പിച്ച പോലെ പിന്നെ കഷ്ടപ്പാടിൻ്റെ പെരുന്നാളുകൾ ഓർക്കാനുണ്ടാവും. ഇതൊക്കെ നമുക്ക് നമ്മളെന്ന വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സ്വാധീനം ചെലുത്തിയ ഘടകങ്ങളാണ്. ആ നിലയ്ക്ക് തന്നെ നമുക്കത് ഓർക്കാനും ഈദ് ആഘോഷിക്കാനും ഒക്കെ കഴിയട്ടെ. എല്ലാവർക്കും കൃത്യമായ ഈദ് ആശംസകൾ നേർന്നുകൊണ്ടും അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.